ഏറ്റവും പുതിയ കോപ്പ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം കേരളത്തിലെ സഹകരണ നിയമത്തിൽ വന്ന ചട്ടത്തിലും വന്ന ഭേദഗതിയുടെ ഭാഗമായി ഒരു സഹകരണ സംഘത്തിൻ്റെ ഭരണസമിതിയിൽ എക്സ്പെർട്ടായ ആളുകളെ കോപ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് കോപ്പ് ടോക്സ് ചർച്ച ചെയ്യുന്നത്. സഹകരണ നിയമ ചട്ട ഭേദഗതിയുടെ ഭാഗമായി ഇന്നലകളിൽ വളരെ ചെറിയ തോതിൽ ആരംഭിച്ച സഹകരണ സ്ഥാപനങ്ങൾ ഇന്ന് കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് ചെയ്യുന്ന ബാങ്കിംഗ് ഉൾപ്പെടെയുള്ള ഇടപാടുകളുടെ സാധ്യതകൾ എല്ലാം ഉപയോഗപ്പെടുത്തുന്ന വലിയ ധനകാര്യ സ്ഥാപനങ്ങളായി കേരളത്തിൽ മാറിയിട്ടുണ്ട്. അത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ ഭരണസമിതി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഡയറക്ടർ ബോർഡിനെ കൂടാതെ 2 എക്സ്പെർട്ടുകളെ കൂടി അതിനകത്ത് ഉൾപ്പെടുത്താൻ കഴിയുന്ന വ്യവസ്ഥകൾ സഹകരണ നിയമ ചട്ട ഭേദഗതിയുടെ ഭാഗമായി ഏറ്റവും പുതിയതായി കൊണ്ടുവന്നിരിക്കുകയാണ്. ആ നിയമ ചട്ട ഭേദഗതിയിൽ ഒരു ഭരണസമിതി 6 മാസത്തിനകം അതിൻ്റെ ഡയറക്ടർ ബോർഡിലേക്ക് 2 എക്സ്പെർട്ടുകളെ കോപ്റ്റ് ചെയ്യേണ്ടതാണ് എന്ന് പുതിയ ഭേദഗതി അനുശാസിക്കുന്നു. സഹകരണ നിയമത്തിലെ വകുപ്പ് 28(1)G ചട്ടം 37A ആണ് ഈ കോപ്ഷനെ സംബന്ധിച്ച് പറയുന്ന വ്യവസ്ഥകൾ ഉള്ളത്. ഈ കോപ്ഷന് പറയുന്ന ആദ്യത്തെ ക്യാരക്ടറിസ്റ്റിക്സ്, നിയമവും ചട്ടവും ചേർത്ത് വച്ച് വായിക്കുമ്പോൾ ചില കാര്യങ്ങളിലെങ്കിലും ചില പൊരുത്തക്കേടുകൾ ഈ നിയമത്തിനെ തുടർന്ന് ചട്ടമെല്ലാം ഉണ്ടാക്കിയപ്പോഴെല്ലാം വന്നത് വായിച്ചു കഴിഞ്ഞാൽ ചില കാര്യങ്ങളിലെങ്കിലും ചില പൊരുത്തക്കേടുകൾ നമുക്ക് കാണാൻ കഴിയും. അതിനെ കൂട്ടായി വായിച്ചെടുത്ത് പൊതുവെ നമുക്ക് സ്വീകരിക്കാവുന്ന ഒരു രൂപത്തിൽ നിയമചട്ട ഭേദഗതിയെ എങ്ങനെ സമീപിക്കാം എന്നുള്ളതാണ് ഞാൻ ഈ കോപ്പ് ടോക്സിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ആദ്യത്തെ കാര്യം, സർവീസിൽ നിലവിലുള്ളവരും നിലവിലുണ്ടായിരുന്നവരുമായ ആളുകളെയാണ് കോപ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ എന്താണ് എന്നുള്ളതാണ് പരിശോധിക്കുന്ന ആദ്യത്തെ ക്ലോസ്. അപ്പോൾ അതിനകത്ത് വരുന്ന കാര്യം എന്ന് പറയുന്നത്, കേരള സംസ്ഥാന സഹകരണ ബാങ്ക്, കേരള കാർഷിക വികസന ബാങ്ക്, സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക്, ഒരു കൊമേഴ്സ്യൽ ബാങ്ക്, ഒരു അർബൻ ബാങ്ക്, ഒരു പ്രാഥമിക കാർഷിക ഗ്രാമവികസന ബാങ്ക്, ഒരു സർവീസ് സഹകരണ ബാങ്ക്, ഇവയുടെയെല്ലാം സേവനത്തിൽ നിലവിലുള്ളവരോ ഉണ്ടായിരുന്നവരോ പറയുന്ന കണ്ടീഷൻ, മാനേജീരിയൽ കേഡറിൽ 10 വർഷത്തെ സേവനം ഉള്ളവരായിരിക്കണം ഈ വ്യവസ്ഥയുടെ ഭാഗമായി കോപ്ഷനിലേക്ക് വരേണ്ടത്. അപ്പോൾ പരിചയസമ്പന്നരായ മാനേജീരിയൽ കേഡറിൽ 10 വർഷത്തെ പ്രാവീണ്യമുള്ള പരിചയമുള്ള എക്സ്പെർട്ടുകളെ ആയ 2 പേരെ ഭരണസമിതിയിലേക്ക് സർവീസ് വ്യവസ്ഥകളെ ചേർത്ത് വെച്ചുകൊണ്ട്, നിലവിൽ സർവീസിലുള്ളവരാണെങ്കിലും അതുപോലെ തന്നെ നേരത്തെ സർവീസിൽ ഉണ്ടായിരുന്നവരെ ആയിട്ടുള്ള ആളുകളാണെങ്കിലും ഈ പറഞ്ഞ കണ്ടീഷനുള്ള ആളുകളെ നമുക്ക് അവരെ കോപ്റ്റ് ചെയ്യാനുള്ള വ്യവസ്ഥ, ബിരുദധാരികളായിരിക്കണം, ഈ പറയുന്ന 10 വർഷം മാനേജീരിയൽ കേഡറിൽ അവർക്ക് സേവനം ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള ആളുകളെ കോപ്റ്റ് ചെയ്യാനുള്ള വ്യവസ്ഥ ഈ പറഞ്ഞ പരിചയസമ്പന്നരായ ആളുകളെ സംബന്ധിച്ച്, സർവീസിൽ ഉണ്ടായിരുന്നവരും നിലവിലുള്ളവരുമായ ആളുകളെ സംബന്ധിക്കുന്ന ക്ലോസിൽ പറയുന്ന ഭേദഗതി ഞാൻ ഈ പറഞ്ഞ പ്രകാരമാണ് ഉൾച്ചേർന്നിരിക്കുന്നത്. മറ്റൊരു കാര്യം അതിനോട് ചേർത്ത് വെച്ച് പറയാനുള്ളത്, മുൻ ജില്ലാ സഹകരണ ബാങ്കുകളിൽ സേവനത്തിൽ ഉണ്ടായിരുന്നവരും, ഇപ്പോൾ ജില്ലാ സഹകരണ ബാങ്കിനെ സംബന്ധിച്ച് മലപ്പുറം ജില്ലാ ബാങ്ക് മാത്രമേ കേരളത്തിലുള്ളൂ. അപ്പോൾ ജില്ലാ സഹകരണ ബാങ്കുകളിൽ സേവനത്തിലുണ്ടായിരുന്നവരും നിലവിൽ സേവനത്തിലുള്ളവരും കൂടി ഈ വ്യവസ്ഥയുടെ ഭാഗമായിട്ട് വരുന്ന ഒരു കാര്യമാണ്. അതുകൂടി നമ്മൾ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റ് പ്രൊഫഷണലുകളെ കോപ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ അവരുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണ് എന്ന് സഹകരണ നിയമ ചട്ട ഭേദഗതിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഒന്ന് MBA ഫിനാൻസ് ആൻഡ് ബാങ്കിങ്, MCOM, BCom കോഓപ്പറേഷൻ, HDCM,
BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് അഥവാ തത്തുല്യ യോഗ്യതകൾ. തത്തുല്യ യോഗ്യത എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ബിരുദവും JDCയും HDCയും BSc അഗ്രികൾച്ചറൽ ആൻഡ് ബാങ്കിങ് ഇതെല്ലാം തത്തുല്യ യോഗ്യതകളുടെ ഗണത്തിൽ വരുന്നതായിട്ട് നമുക്ക് വിവക്ഷിക്കാവുന്നതാണ്. മറ്റൊന്ന് MBA യോഗ്യതയുള്ള ആളുകൾ, BSc അഗ്രികൾച്ചറൽ യോഗ്യതയുള്ളവർ, ഇക്കണോമിക്സിൽ ബിരുദാനന്തര ബിരുദമുള്ളവർ, MCom ഫിനാൻസ് അഥവാ സഹകരണം, LLB യോഗ്യതയുള്ളവർ, ഗ്രാമവികസനത്തിൽ ബിരുദാനന്തര ബിരുദം, അതുപോലെ MCA യോഗ്യതയുള്ള ആളുകളെയെല്ലാം എക്സ്പെർട്ടായി ഈ കാറ്റഗറി പറഞ്ഞ ആളുകളെ വേണമെങ്കിൽ അവർ സർവീസുമായിട്ട് ബന്ധമൊന്നുമില്ല, ഈ പറയുന്ന കാറ്റഗറിപ്പെട്ട ആളുകളിൽ നിന്ന് 2 പേരെ വേണമെങ്കിലും നമുക്ക് നമ്മുടെ ഭരണസമിതിക്കകത്തേക്ക് കോപ്ഷൻ നടത്താൻ തീരുമാനിക്കാൻ കഴിയും. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ വേറൊരു കാര്യം, ഇപ്രകാരം കോപ്റ്റ് ചെയ്യുന്ന ഭരണസമിതി അംഗങ്ങളെ ഭരണസമിതിയുടെ ബൈലോ പ്രകാരമുള്ള പരമാവധി അംഗസംഖ്യയുടെ ഗണത്തിൽ ഈ കോപ്ഷനിലുള്ള ആളുകളുടെ എണ്ണം വരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം. മറ്റൊന്ന്, ഇപ്രകാരം കോപ്റ്റ് ചെയ്യപ്പെടുന്ന ഭരണസമിതി അംഗങ്ങൾക്ക്, എക്സ്പെർട്സിന് സംഘത്തിൻ്റെ ഭാരവാഹിയായി തിരഞ്ഞെടുക്കപ്പെടാൻ, പ്രസിഡൻറ്റോ വൈസ് പ്രസിഡൻറ്റോ ഒന്നുമായി തിരഞ്ഞെടുക്കപ്പെടാനുള്ള അർഹത ഉണ്ടായിരിക്കുന്നതല്ല. അവിശ്വാസ പ്രമേയ ചർച്ചയിൽ വോട്ട് രേഖപ്പെടുത്താനുള്ള അവകാശവും ഇവർക്ക് ഉണ്ടായിരിക്കുന്നതല്ല. അതുപോലെ തന്നെ സർവീസിൻ്റെ അടിസ്ഥാനത്തിൽ കോപ്റ്റ് ചെയ്താലും, ഞാൻ ഈ പറഞ്ഞ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനുള്ള ആളുകളെ കോപ്റ്റ് ചെയ്താലും ഇവർക്കൊന്നും 1969 സഹകരണ നിയമപ്രകാരം ഒരു സംഘം ഭരണസമിതി അംഗമായി തിരഞ്ഞെടുക്കപ്പെടാൻ പറഞ്ഞിട്ടുള്ള യാതൊരു അതിനെ വിലക്കുന്നതായ ഒരയോഗ്യതയുള്ള ആളുകൾ ആവാൻ പാടില്ല എന്ന കാര്യം കൂടി ഇതിനോട് നമുക്ക് ചേർത്ത് വച്ച് പോകണം. അപ്പോൾ സ്വാഭാവികമായും സംഘം ഭരണസമിതി അംഗമായി തിരഞ്ഞെടുക്കപ്പെടാൻ അയോഗ്യത, നിയമം പറഞ്ഞിട്ടുള്ള അയോഗ്യത ഇല്ലാത്ത ആളുകളെ മാത്രമേ, 1969 സഹകരണ നിയമം അപ്രകാരം അയോഗ്യത പറഞ്ഞിട്ടുള്ള അയോഗ്യതകൾ ഇല്ലാത്ത ആളുകളെ മാത്രമേ നമുക്ക് ഈ എക്സ്പെർട്സായിട്ട് നമ്മുടെ ബോർഡിലേക്ക് കോപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതാണ് അതിൽ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം. അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞു, ഒരു ഭരണസമിതിയെ സംബന്ധിച്ച് 6 മാസത്തിനധികം അകം ഈ എക്സ്പെർട്സിനെ ബോർഡിലേക്ക് കോപ്റ്റ് ചെയ്യണം. അപ്പോൾ നിലവിലുള്ള ഈ നിയമം വന്നതിന് ശേഷമുള്ള ഒരു ബോർഡാണെങ്കിൽ ആ നിയമം വന്നതിന് ശേഷമുള്ള മാത്രമേ അവർക്ക് കോപ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. പുതിയതായി ഇലക്ട് ചെയ്യപ്പെടുന്നൊരു ബോർഡാണെങ്കിൽ അത് ഇലക്ട് ചെയ്ത തീയതി മുതൽ 6 മാസത്തിനകം അതിനകത്തേക്ക് കോപ്ഷൻ നടത്തേണ്ടി വരും. അപ്പോൾ ഇപ്രകാരം കോപ്ഷൻ നടത്തണമെങ്കിൽ ഈ പറയുന്ന നിയമചട്ട വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ, പരിചയത്തിൻ്റെയും യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ ഈ പ്രൊഫഷണലുകളെ കോപ്റ്റ് ചെയ്യാൻ വേണ്ട ഭരണസമിതി തീരുമാനം എടുത്ത് നമ്മൾ രജിസ്ട്രാർക്ക്, അസിസ്റ്റൻ്റ് രജിസ്ട്രാർ വഴി, ജോയിൻ്റ് രജിസ്ട്രാർ വഴി നമുക്ക് രജിസ്ട്രാർക്ക് നമുക്ക് ഈ അപേക്ഷകൾ സമർപ്പിക്കണം. രജിസ്ട്രാറുടെ കയ്യിലേക്ക് ഈ അപേക്ഷ കിട്ടിയാൽ 1 മാസത്തിനകം രജിസ്ട്രാർ ഒന്നുകിൽ ഈ കോപ്ഷൻ അനുവദിക്കണം, അല്ലെങ്കിൽ ആ അപേക്ഷ നിരസിക്കണം. അതുപോലെ തന്നെ രജിസ്ട്രാർ ഈ പറയുന്ന 6 മാസത്തിനകം ഒരു ഡയറക്ടർ ബോഡി ഈ കാര്യം ചെയ്യുന്നില്ലെങ്കിൽ രജിസ്ട്രാർക്ക് നോട്ടീസ് നൽകാം. സൊസൈറ്റിക്ക് നിങ്ങൾ ഈ പ്രൊഫഷണലുകളെ നിശ്ചിത സമയപരിധിക്കകം കോപ്റ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകാം. ആ സമയപരിധി പാലിക്കാതിരുന്നാൽ രജിസ്ട്രാർക്ക് സ്വമേധയാ എക്സ്പെർട്ടുകളെ കോപ്ഷൻ നടത്താനുള്ള വ്യവസ്ഥ കൂടി ഈ സഹകരണ നിയമ ചട്ട ഭേദഗതിയുടെ ഭാഗമായി വന്നിരിക്കുന്നു. അപ്പോൾ കേരളത്തിലെ സഹകാരികൾ അടിയന്തരമായി അതാത് ഭരണസമിതികൾ ആ സഹകരണ നിയമ ചട്ട വ്യവസ്ഥയ്ക്കനുസരിച്ച് 2 എക്സ്പെർട്ടുകളെ ഡയറക്ടർ ബോർഡിലേക്ക് കോപ്ഷൻ നടത്താൻ വേണ്ട ഒരു ഇടപെടലാണ് അടിയന്തരമായി വേണ്ടത്. അത് കേരളത്തിലെ സുശക്തമായ സഹകരണ പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ നമുക്ക് സഹായകമാകും. ആ രൂപത്തിൽ വിവിധ രംഗത്ത് എക്സ്പെർട്ടുകളായ ആളുകൾ കൂടിയുള്ള ഒരു ഭരണസമിതിക്ക് കൂടുതൽ പ്രൊഫഷണലായി അതിൻ്റെ മുമ്പാകെ വരുന്ന വിഷയങ്ങളെ കൈകാര്യം ചെയ്യാൻ കഴിയും. അപ്പോൾ പ്രൊഫഷണലുകളെ ഭരണസമിതിയിലേക്ക്, അല്ലെങ്കിൽ എക്സ്പെർട്ടുകളെ ഡയറക്ടർ ബോർഡിലേക്ക് കോപ്ഷൻ ചെയ്യാൻ വേണ്ട എല്ലാ നടപടികളും സഹകരണ മേഖലയിൽ അടിയന്തരമായി ആരംഭിക്കട്ടെ, അല്ലെങ്കിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ കോപ്പ് ടോക്സ് അവസാനിപ്പിക്കുന്നു. വീണ്ടും പുതിയ ഒരു വിഷയവുമായി നമുക്ക് കോപ്പ് ടോക്സിൽ വീണ്ടും സംവദിക്കാം. ഹായ് ഡാർലിംഗ്, പറയൂ. ഇപ്പൊ വരാം. ഇല്ല മറന്നിട്ടില്ല, എന്റെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പൊ പറഞ്ഞ പോലെ. ഓക്കെ. എന്തൊക്കെ വെളിച്ചെണ്ണകൾ ഉണ്ട് നാട്ടില്? ഇത് തന്നെ വേണത്രേ.
നമ്മുടെ ബാങ്കിന്റെ ആണേ, സംഗതി സൂപ്പറാ. CoPro Coconut Oil, crossing dreams of taste. High-grade coconuts, advanced technology, triple filter process. A product of Venganesheri Service Cooperative Bank.